നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. കാറ്റഗറി നമ്പർ 576/2024 നമ്മൾ കാത്തിരുന്ന സെക്രട്ടറിയുടെ അസിസ്റ്റന്റിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 31 നോട്ടിഫിക്കേഷൻ വരുമെന്ന് PSC പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിൽസോട് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് ചലഞ്ചർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ്, ഇത്രയും ഓഫീസുകളിലോട്ടുള്ള അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നുള്ളതാണ് ഉദ്യോഗത്തിന്റെ പേര്, തസ്തികയുടെ പേര്. 576/2024 നേരിട്ടുള്ള നിയമനം, ഡയറക്ട് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, 39,300 തൊട്ട് 83,000 വരെയാണ് ഇതിന്റെ ഒരു ബേസിക് പേ എന്ന് പറയുന്നത്. ശമ്പളം എന്ന് പറയുന്നത് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിയമന രീതി നേരിട്ടുള്ള നിയമനം, പ്രായപരിധി 18 തൊട്ട് 36 വയസ്സ് വരെ. സാധാരണ മറ്റെല്ലാ പരീക്ഷകളെ പോലെ തന്നെ നിയമപ്രകാരമുള്ള നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഈ പരീക്ഷയ്ക്ക് ബാധകമാണ്. എടുത്തു പറഞ്ഞിട്ടുണ്ട്. പല ഉദ്യോഗാർത്ഥികളുടെയും ഒരു ഡൗട്ടിന് ഒരു ക്ലാരിറ്റി ഇവിടെ ലഭിക്കാൻ പോവാണ്. 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഓക്കെ, ഈ രണ്ട് തീയതികളും ഉൾപ്പെടെയാണ്. അപ്പോൾ 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ച ആളുകൾക്ക്, രണ്ട് ഡേറ്റും ഉൾപ്പെടെയാണ് ജനിച്ച ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിന്റെ യോഗ്യത നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ച ബിരുദം അഥവാ തത്തുല്യ യോഗ്യത, അപ്പൊ ഡിഗ്രിയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതിന്റെ സ്കീം ഓഫ് എക്സാമിനേഷനും സിലബസുമാണ്. നമ്മളെല്ലാവരും അറിയാവുന്ന കാര്യമാണ്. പരീക്ഷയുടെ രീതിയിൽ മാറ്റം വന്ന കാര്യം, 3 ഘട്ടമായിക്കൊണ്ട് പരീക്ഷ മാറുന്നു. ഓക്കെ, അപ്പൊ അതിൽ നോക്കാം. ആദ്യം പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. നമ്പർ ഓഫ് പേപ്പേഴ്സ് ഒറ്റ പേപ്പറേ ഉള്ളൂ. മോഡ് ഓഫ് എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ്. 1.25 മണിക്കൂറാണ് പരീക്ഷ ഉള്ളത്. മീഡിയം എക്സാമിനേഷൻ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ ഈ ഭാഷയിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. സിലബസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ സിലബസ് വിൽ ബി പബ്ലിഷ്ഡ് along with the annual tentative examination program to be published on 1st of January 2025. അപ്പോൾ നാളെ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന PSCയുടെ ആനുവൽ ടെന്റേറ്റീവ് കലണ്ടറിൽ ഇതിന്റെ സിലബസ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ മെയിൻസിലോട് വരുന്ന സമയത്ത് മെയിൻ എക്സാമിനേഷൻ 2 പേപ്പർ ഉണ്ട്. LSD സെക്രട്ടറിന്റെ മാതൃകയിലാണ്. പേപ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അത് 1 hour 30 minutes ആണ്. അതും ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ എഴുതാൻ പറ്റും. ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ്. അതിന്റെ സിലബസ് നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണെങ്കിൽ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് 1 hour 30 minutes, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ. അത് തന്നെ പേപ്പർ 2 അങ്ങനെ തന്നെയാണ്. ഒബ്ജക്റ്റീവ് ആണ്, ഡെസ്ക്രിപ്റ്റീവ് ഇല്ല എന്ന് മനസ്സിലായി. അതിന്റെയും സിലബസ് നാളത്തെ ടെന്റേറ്റീവ് ഷെഡ്യൂളിന്റെ കൂട്ടത്തിൽ തന്നെ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പേപ്പർ 1 പേപ്പർ 2 ഉൾപ്പെടുന്ന മെയിൻ എക്സാമിനേഷൻ കഴിഞ്ഞാൽ പിന്നെ 20 മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ട്. ഓക്കെ, ഇതാണ് അവസാന ഘട്ടം എന്ന് പറയുന്നത്. ഇതിനുശേഷമാണ് പിന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതും പിന്നെ നിയമനം നടത്തുന്നതൊക്കെ. അപ്പോൾ സാധാരണ കഴിഞ്ഞ വർഷം നടന്ന സെക്രട്ടറി അസിസ്റ്റന്റിന്റെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആകെ മാറ്റി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് മെയിൻ എക്സാമിനേഷൻ 2 പേപ്പറായിട്ട് മാറി എന്നുള്ളതും, രണ്ടാമത് ഇതിന് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സ്റ്റേജ് ആഡ് ചെയ്തു എന്നുള്ളതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേപ്പർ 1ന്റെ സിലബസ് നിലവിലുള്ള ഡിഗ്രി മെയിൻസിന്റെ സിലബസ് തന്നെ ആവാനാണ് സാധ്യത. LSD സെക്രട്ടറിക്ക് അങ്ങനെയായിരുന്നു, അതിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ പേപ്പർ 2ന്റെ സിലബസിലാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. LSD സെക്രട്ടറിന്റെ ഇന്ത്യൻ ഇക്കോണമിയും ഇന്ത്യൻ പോളിറ്റിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് പുറമെ ബാക്കി എന്തൊക്കെയാണ് ഉൾപ്പെടാൻ പോകുന്നത് എന്നുള്ളത് നാളെ സിലബസ് വരുന്ന സമയത്ത് മനസ്സിലാക്കാം. എന്തായാലും ചലഞ്ചർ ആപ്പിൽ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം ബാച്ച് എന്ന് പറയുന്ന ബാച്ചും ഉണ്ട്, ഇംഗ്ലീഷ് ബാച്ചും ഉണ്ട്. മലയാളത്തിൽ പരീക്ഷ എന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മലയാളം ബാച്ച് കംപ്ലീറ്റ്ലി ക്ലാസ്സുകളും നോട്ടുകളും ചോദ്യങ്ങളും എല്ലാം മലയാളത്തിലായിരിക്കും ഉണ്ടാവുക. ഇംഗ്ലീഷിൽ പരീക്ഷ എന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ബാച്ചും അവൈലബിൾ ആണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ക്ലാസ്സുകൾ, അവരുടെ PPT, അതിന്റെ നോട്ടുകൾ, അതിന്റെ ചോദ്യങ്ങൾ എല്ലാം ഇംഗ്ലീഷിലായിരിക്കും. SCERT NCERT പാഠപുസ്തകങ്ങളും അവയുടെ ചോദ്യങ്ങളും നോട്ടുകളും ഒക്കെ ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ഈ ഇംഗ്ലീഷ് ബാച്ചും ഉള്ളത്. മലയാള ബാച്ച് മലയാളത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ഭാഷയിലാണോ പരീക്ഷ എഴുതാൻ പോകുന്നത് ആ ഭാഷയിൽ തന്നെ പഠിച്ച് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ചലഞ്ചർ ആപ്പിൽ 2ന്റെയും കോഴ്സ് ലഭ്യമാണ്. 2നും യാതൊരു തരത്തിലുള്ള ഫീസ് കൂടുതലോ കുറവോ അങ്ങനെയൊന്നുമില്ല. 2ഉം ഒരേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ചലഞ്ചർ ആപ്പിൽ ഇന്നും നാളെയുമായിക്കൊണ്ട് 75% ഓക്കെ ഓഫർ, എല്ലാ കോഴ്സുകൾക്കും 75% വരെ ഓഫർ നൽകുന്നുണ്ട്. ഇയർ എൻഡ് ഓഫർ ആണ്. ഓക്കെ, അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും മാക്സിമം ഈ ഒരു ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സെക്രട്ടറി അസിസ്റ്റന്റിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളും ഈ ഓഫർ അവൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.